വല്ലവരുടെയും പിള്ളേര് പഠിക്കാൻ പോകുന്നതിന് നമ്മളാണോ കാശ് കൊടുക്കേണ്ടത്? വല്ലവരുടെയും പിള്ളേരോ? ഇനി അവളിങ്ങനെ സ്വന്തം അനിയത്തിയെ പോലെയാ. അനിയത്തിയെ പോലെയല്ലേ? അനിയത്തി അല്ലല്ലോ, അവള് നിങ്ങളുടെ മുറപ്പെണ്ണല്ലേ. അവളെ പഠിപ്പിക്കാനും പുറത്തുവിടാനും നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? എന്റെ ബന്ധുക്കള്, എന്റെ കാശ്, നീ കൂടുതൽ തീരുമാനം വരണ്ട കേട്ടല്ലോ. അവളുടെ കാര്യം പറഞ്ഞപ്പോ എന്താ ചാട്ടം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആരതി, ആരതി നിക്ക്, ഇത് നിന്നെവിടെ? ആരതി, വാതിൽ തുറന്നേ. ആരതി, ആരതി, എന്റെ ഫോണല്ലേ അത്? നീ എന്നെ എന്തോ കാണിക്കുന്നേ? ഇന്നലെ രാത്രിയെ ആരോട് ചൊല്ലിക്കൊണ്ടില്ലെന്ന് നോക്കിയതാ. ദേ ഫോണിൽ തന്നെ പേഴ്സണൽ സ്പേസിൽ വന്നിട്ട് കടന്നതിനെ കുറച്ച് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഇത്ര പേടി ഞാൻ ഫോൺ എടുക്കുന്നതില്? ആരേ ശിവറ? ആ ബാങ്കിലെയാ, ഞാൻ പറയില്ലേ സ്റ്റാർട്ടപ്പിന്റെ ലോണിന്റെ കാര്യം, അത് പറയാൻ വേണ്ടി വിളിച്ചതാ രാത്രി. പിന്നെ ഇപ്പൊ ബാങ്കുകാർ രാത്രിയാണല്ലോ വിളിക്കുന്നേ. ഇത് നിങ്ങളുടെ ഓഫീസിലെ ശിവാനിയല്ലേ? എന്നെ പറ്റിക്കാൻ നിങ്ങൾ പേര് മാറ്റി സേവ് ചെയ്തിരിക്കുന്നല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കാണിച്ചുതരാം. ഞാൻ ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. അനാവശ്യം കാണിക്കാതെ ഫോണിൽ തന്നെ. എന്നെ നാണം കെടുത്തു നീ. നിങ്ങളുടെ കള്ളത്തിന് പിടിക്കപ്പെടുമെന്നുള്ള പേടിയല്ലേ? ഒരു ദിവസം തെളിവോട് ഞാൻ എല്ലാം പിടിക്കുന്നുണ്ട്. ആ ശരി, ആയിക്കോട്ടെ. ശരി, കാണാം. ആ അമ്മ, ഇല്ല അവർക്കൊരു ആവശ്യം വന്ന് സഹായിക്കണം നമ്മൾ തന്നെയല്ലേ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ലില്ല, ഇതൊക്കെ എനിക്കും ആരോഗ്യം സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. പൈസയ്ക്ക് എന്ന് തന്നെ ഇട്ടേക്കാം. ആ മുറപ്പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലേ. ഇല്ല അതൊക്കെ പതുക്കെ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി അവരുടെ അടുത്ത്. മുറപ്പെണ്ണിന് ക്യാഷ് കൊടുക്കാൻ ഇയാളാര്? ഇയാൾ കിട്ടിയെന്ന് ബോധമില്ലേ? ശരിയാക്കി തരാം ഞാൻ. ശരി അമ്മ, എന്നാ ശരി. ഓ ചായ. ആർക്കാ കാശ് കൊടുക്കുന്ന കാര്യം പറയുന്ന കേട്ടല്ലോ? ആർക്കാ? നിന്റെ ചെവി എല്ലായിടത്തും ഉണ്ടല്ലോ. നിന്നോട് ഞാനിപ്പോൾ നേരിട്ടൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല, നിന്റെ പിറകെ നടക്കുമല്ലേ എൻ്റെ. ഓരോ ഉടായ്പ പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ കാര്യം എന്താന്ന് പറയേ. മാമന് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. കൃതി പുറത്ത് പഠിക്കാൻ പോവുക, അപ്പോൾ അവളുടെ അഡ്മിഷന് വേണ്ടിയാ അവനെ അമ്മ വിളിച്ചത്. അതിനെന്തിനാ അമ്മ നമ്മളോട് കാശ് ചോദിക്കുന്നേ? അമ്മ പിന്നെ ആരോട് ചോദിക്കണം? വല്ലവരുടെയും പിള്ളേര് പഠിക്കാൻ പോകുന്നതിന് നമ്മളാണോ കാശ് കൊടുക്കേണ്ടത്? വല്ലവരുടെയും പിള്ളേരോ? ഇനി അവളിങ്ങനെ സ്വന്തം അനിയത്തിയെ പോലെയാ. അനിയത്തിയെ പോലെയല്ലേ? അനിയത്തി അല്ലല്ലോ, അവള് നിങ്ങളുടെ മുറപ്പെണ്ണല്ലേ. അവളെ പഠിപ്പിക്കാനും പുറത്തുവിടാനും നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? അങ്ങേരോട് പറ, പിള്ളേരെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നിങ്ങൾക്ക് വാകേറുമ്പോ വെച്ചു കൊടുക്കാനുള്ള കീര വിത്തൂടെ കണ്ടെത്തണോന്ന്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ബന്ധുക്കളുടെ മുന്നേ തെണ്ടയാണോ വേണ്ടത്? ഇടി ആരതി, നീ ഒരു പെണ്ണല്ലേ, കുറച്ചുകൂടെ സഭ്യത പാലിച്ചു സംസാരിക്കുമ്പോഴത്തേക്കും. നിന്നെ പഠിപ്പിക്കാൻ നിന്റെ അച്ഛൻ കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ, അതുപോലെ തന്നെയല്ലേ മാമനും. പുള്ളിക്കും കുറെ സ്വപ്നങ്ങൾ കാണത്തില്ലേ? അവളെ കുറിച്ച് സ്വപ്നങ്ങൾ മാമനാണോ നിങ്ങൾക്കാണോ എന്ന് എന്റെ സംശയം. എന്തായാലും നിങ്ങൾ കാശ് കൊടുക്കാൻ പോകുന്നില്ല. എന്റെ ബന്ധുക്കള്, എന്റെ കാശ്, നീ കൂടുതൽ തീരുമാനം എടുക്കാൻ വരണ്ട കേട്ടല്ലോ. അവളുടെ കാര്യം പറഞ്ഞപ്പോ എന്താ ചാട്ടം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആരതി, ആരതി നിക്ക്, ഇത് നിന്നെവിടെ? ആരതി, വാതിൽ തുറന്നേ. ആരതി, ആരതി, ഇത് എന്തൊക്കെയാ കാണിക്കുന്നത്? ഈ ചെറിയ കാര്യത്തിൽ ഇങ്ങനെ കാണിക്കല്ലേ. നിങ്ങളുടെ ബന്ധുക്കള് നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ എന്തിനായിരിക്കും നിങ്ങളുടെ ലൈഫില്? എന്റെ പൊന്നറിയ സാരി ഒന്ന് താഴെ നീ, നിന്റെ വാതിലും തുറന്നേ. എന്നെ നിങ്ങൾ പറ്റിക്കായിരുന്നല്ലേ? എല്ലാം അവക്ക് വേണ്ടിയായിരുന്നു. നിങ്ങൾ അവളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്ക്. എന്നിട്ട് എന്നെ കാണിച്ചിട്ട് പോകും, എനിക്കറിയാം. എന്റെ പൊന്നറിയ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞില്ല അവളെ അനിയത്തിയെ പോലെയാണെന്ന്. അനിയത്തി, സ്റ്റാർട്ടപ്പ്, ലോഡ് എല്ലാം നിങ്ങൾക്ക് പറ്റിപ്പാടാൻ എന്നെ മണ്ടിയാക്കി. എന്റെ പൊന്നറിയ, എനിക്ക് നീ വേറെ അവള് വേറെ, ഒന്ന് മനസ്സിലാക്ക് നീ. ഞാൻ വേറെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരും നീ നിർത്തുന്നുണ്ടോ? ഞാൻ എന്തൊക്കെ പ്രതീക്ഷയാണ് നിങ്ങളെ കല്യാണം കഴിച്ചത്. നിങ്ങളെന്നെ പറ്റിച്ചില്ലേ? നീ ഒന്ന് മാറിക്കോ കിടന്ന്. ഇല്ല, ഞാൻ പൈസ കൊടുക്കുന്നില്ല, പോരെ. നിങ്ങളെന്നെ പറ്റിക്കുന്നതല്ലോ. നിങ്ങളെന്നെ പറ്റിക്കുകയാണെങ്കിൽ ഇനി കളി വേറെ ആയിരിക്കും. ഇനിയിപ്പോൾ മാമനും കുടുംബം ഞാനും അമ്മയായിട്ട് അകൽച്ചയിലാവും. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മാസം നീ അമ്മയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട് വിട്ടിറങ്ങി.
അന്ന് തുടങ്ങിയാണ് ഞാനും എൻ്റെ കുടുംബമായിട്ടുള്ള അകൽച്ച. ഇതും കൂടെ ആകുമ്പോഴത്തേക്കും പൂർത്തിയാവും. നിങ്ങൾ അവരെ അങ്ങ് പോകാൻ പറ. നിങ്ങൾ ഞാനില്ലേ. പിന്നെ നമുക്ക് നിന്ന് പുറത്തു പോയാലോ? ഇന്ന് പറ്റത്തില്ല. സ്റ്റാർട്ടപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ കാണാൻ പോകണം. ആരെ? എൻ്റെ പൊന്നോ, എൻ്റെ ലൈഫിൽ എല്ലാവരും നിനക്കറിയാമോ? ഇല്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. പിന്നെ പുറത്തു പോകുമ്പോഴേ ആ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോണേ. കറുത്ത ഷർട്ടോ? എടി കറുപ്പൊന്നും ശരിയാവത്തില്ല. വല്ല ഇളം നിറവിടാം. കാണുമ്പോൾ ആർക്കെന്നെ വിശ്വസിക്കാൻ തോന്നണ്ടേ? വിശ്വസിക്കാൻ തോന്നുന്നോ? അതെന്താ? എടി ആ ലോൺ പൈസ എന്നെ വിശ്വസിപ്പിക്കാൻ മാർക്ക് തോന്നണ്ടേ? കാണുമ്പോഴത്തേക്കും ആ ഒരു അപ്പിയറൻസ് ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നീ ഇങ്ങനെ കണ്ണി കണ്ടതെല്ലാം സംശയ കണ്ണോട് കാണല്ലേ. എല്ലാത്തിനും ന്യായീകരണം തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണിത്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അല്ലെങ്കിലും കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയില്ലല്ലോ. ഹലോ, എന്താ ആരതി? എന്താ എന്റെ ഫോൺ എടുക്കാത്തത്? ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്താ, വണ്ടി ഒതുക്കിയിട്ട് ഫോൺ എടുത്തൂടെ? പോയ ആളെ കണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇത്രയും നേരമായിട്ട് ആള് വന്നില്ലേ? എന്റെ പൊന്നാരതി, ആളിപ്പോ വരുമായിരിക്കും. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാ. ഇന്ന് ഫോൺ കട്ട് ചെയ്തേ. പേപ്പർ ഞാൻ വെച്ചതാണല്ലോ. ഹലോ, നിങ്ങൾക്ക് എന്താ ഞാൻ വിളിച്ച ഫോൺ എടുത്താലേ? എന്താ നിനക്കിപ്പോ വേണ്ടത്? എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഞാൻ കഴിഞ്ഞു മതി മറ്റൊരാള്. എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തതിനു ശേഷമുള്ള കാര്യങ്ങൾ മതി നിങ്ങൾക്ക്. പൊന്നാരതി ഒന്ന് അടങ്ങ് നീ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനുഷ്യൻ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ. ഒന്ന് മനസ്സമാനം തരൂ. ആരതി, രാത്രി ഒരാൾക്കും കൂടെ ഫുഡ് വേണം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. എനിക്കൊന്നും പറ്റില്ല. നമുക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കും. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കും. എടി, നീ എന്താണ് ഫുഡ് വെക്കുവല്ലേ? ഒരാൾക്കും കൂടെ വെച്ചാൽ മതിയല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടി, പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താ പറയേണ്ടത്? വരണ്ടെന്നോ? വരണ്ടെന്ന് പറയണം. ഇത് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇവിടെ മറ്റൊരാൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശരി, ഇനി ഇതിന്റെ പേരിൽ ഭൂകമ്പം ഉണ്ടാക്കണ്ട. ഞാൻ എന്തിനും പറഞ്ഞ് മാനേജ് ചെയ്യും. നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നു? ഓഫീസിൽ. എന്തേ? ലേക്ക് വ്യൂ റിസോർട്ട് ആണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓഫീസ്? ഓ, അതോ. അല്ല, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അറിയും. ഇനി ശരിക്കും നിന്റെ പ്രശ്നം എന്താണ്? അവിടെ സ്റ്റാർട്ടപ്പിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് കള്ളം പറഞ്ഞാൽ ഇറങ്ങിയത്. ഒരു മുടന്ത ന്യായങ്ങളല്ലേ? സ്റ്റാർട്ടപ്പ് മീറ്റിംഗ് എവിടെ പോണെന്ന് ആർക്കറിയാം? ശരിക്കും നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ വെറുതെ ഇരുന്ന് ഓവർ തിങ്കിങ് ആണ്. അന്ന് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? കെട്ട് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴത്തേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാന്നല്ലേ? തുടങ്ങും, അതാണ് നല്ലത്. അപ്പൊ ഇതൊക്കെ തീരും. ഓ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബാധ്യതയായിട്ട് മാറിയല്ലേ? ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്ന് നിങ്ങളുടെ കാശിനെ തിന്നു കുടിച്ച് ജീവിക്കുന്നു. മടുത്തെങ്കിൽ പറ, ഞാൻ എന്റെ വീട്ടിൽ പൊയ്ക്കോളാം. എന്റെ അമ്മയച്ഛനുവേ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. തുടങ്ങി അവള്. അല്ല, എന്നെ അപമാനിച്ച് ഇറക്കി വിട്ടിട്ടേ ആരെ കൊണ്ടുവരാനാ ഉദ്ദേശം? നീ എഴുതാപ്പുറം വാങ്ങിയൊന്ന് നിർത്തൂ. ചുമ്മാ ഇരുന്ന് ഒച്ച വെക്കണ്ട. ഓഫീസിലാണെന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലൊക്കെ പോയിട്ടല്ലേ വരുന്നത്. എവിടെയൊക്കെ പോകുന്നെന്ന് ആർക്കറിയാം? ഞാൻ ചോദിച്ചാ കുറ്റം. മിഥുൻ, ഇന്നും റിസോർട്ടിലോട്ട് തന്നെ വന്നാൽ മതിയേ. ഒരു 11 മണിയൊക്കെ ആകുമ്പം എത്തിയേക്കണേ.
ഇതായിരുന്നല്ലേ നിങ്ങളുടെ മീറ്റിംഗ്? രാവിലെ കുളിച്ച് കുട്ടപ്പനായി പോവാൻ പോവാ. ശരിയാക്കി തരാം. ഡീന്നോ? നീ എന്തിനാ സുരേനെ വിളിച്ചത്? എന്തുണ്ടാക്കാൻ ആ കൊച്ചിനോട് ചീത്ത പറഞ്ഞത്? പിന്നെ കല്യാണം കഴിഞ്ഞ ഒരാളോടൊപ്പം റിസോർട്ടിൽ പോകുന്ന പെണ്ണെ ഞാൻ എന്ത് പറയണം? വേറൊന്നും ചോദിച്ചില്ലല്ലോ. എന്റെ കെട്ടിയോനെ കിട്ടിയോളോന്ന് ചോദിച്ചു. ഞാൻ അറിയാതെ എന്റെ ഫോണെടുത്ത് കണ്ണി കണ്ടവർ വിളിച്ച് ചീത്ത പറഞ്ഞതും പോരാ, ആ കൊച്ചിന് തിരിച്ചെന്താ പറയാനുള്ളത് കേട്ടില്ല. നീ എന്റെ അടുത്ത് ന്യായീകരിക്കുന്ന കേട്ടില്ലേ? ഞാൻ ഇനിയും വിളിക്കും. എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ വിളിച്ചെന്നിരിക്കും. ചിലപ്പോ രണ്ട് പൊട്ടിച്ചെന്നും ഇരിക്കും. അത് ബാങ്ക് മാനേജർ അസിസ്റ്റന്റ് കുട്ടിയാണ്. അന്ന് ഞാൻ പോയപ്പോഴത്തെ ഒരു പേപ്പർ മറന്നുപോയി, അതോടെ വാങ്ങിക്കാന്ന് വരാൻ പറഞ്ഞു. അത്രേ ഉള്ളു. ആ മാനേജർ നമ്മുടെ വീട്ടിൽ വരാന്ന് പറഞ്ഞാണ്. പിന്നെ നിനക്കത് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ലോണും കിട്ടൂല, പൈസയും കിട്ടൂല. നിനക്ക് സമാധാനമായല്ലോ അല്ലേ? എന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാതെ എൻ്റെ കാര്യങ്ങൾ ഇടപെടരുതെന്ന്. എത്ര വർഷത്തെ എൻ്റെ സ്വപ്നമാണെന്നറിയോ നീ ഇങ്ങനെ തകർത്തെറിഞ്ഞത്. സ്റ്റാർട്ടപ്പ് റെഡിയാക്കാനുള്ള ഫണ്ടെല്ലാം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. നീ ചെയ്തൊരൊറ്റ കാര്യം, അത് മതിയായിരുന്നു എല്ലാം നശിപ്പിക്കാനായിട്ട്. അതിന് മാത്രം ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് സ്വല്പം അങ്ങനെ ഉളുപ്പുണ്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയാനായിട്ട്? ഇടി, നീ പറഞ്ഞതെല്ലാം റെക്കോർഡായിരുന്നു. അതെല്ലാം എന്നെ കേൾപ്പിച്ച് തന്നപ്പോഴത്തേക്ക് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഒന്നും പറയാൻ പറ്റാതെ ഞാൻ അവിടെ നിറഞ്ഞു വന്നത്. എനിക്ക് മടുത്ത് നിൻ്റെ കൂടെയുള്ള ജീവിതം. എല്ലാ കാര്യത്തിലും അവളുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ. ഞാൻ ഇടപെടും. എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റൂ. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണ്ട. ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലതേ അങ്ങ് തീരുന്നതാണ്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേന്ന്? വാ തുറക്കരുത് നീ. ഇന്ന് എനിക്കും കുറച്ച് സംസാരിക്കണം. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങണം അവളുടെ ഭരണം. ജീവിതകാലം മുഴുവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച നിനക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ എനിക്കങ്ങനെയല്ല. ഇതെല്ലാം കണ്ടും കേട്ടോണ് ഞാൻ വളർന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യ മാസം തന്നെ നീ എന്നെ വീട്ടുകാരിൽ നിന്ന് അകറ്റി. എന്നിട്ട് ഇവിടെ വന്നിട്ടോ ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, ഏത് കളർ തുണി എടുക്കണം, ഏത് പെർഫ്യൂം ഉപയോഗിക്കണം തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നിന്റെ ഇടപെടലുകൾ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സോടൊന്ന് പുറത്ത് പോകാനോ അവിടെ നിന്ന് സംസാരിക്കാൻ ഒരു ഫ്രീഡം ഇല്ലാതായിപ്പോയി. എനിക്ക് മടുത്തറി നിന്റെ ഉള്ള ജീവിതം. ഇന്ന് നിർത്തുക ഞാൻ. ഇന്ന് ഇറങ്ങാൻ ഇവിടെ പയ്യെ. എനിക്ക് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെ. ഇത് എന്നെ എൻ്റെ ലൈഫിൽ ആരും സ്നേഹിച്ചിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് സ്നേഹം കിട്ടിയത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളുടെ ലൈഫിൽ മറ്റൊരാൾ വന്നാ എൻ്റെ സ്നേഹം നഷ്ടപ്പെടുമെന്ന് ഞാൻ പേടിച്ചിട്ടാ. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല മിഥുൻ. ഇങ്ങനെയല്ല ആരതി ഒരാളെ സ്നേഹിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്ത ഉള്ള സ്നേഹം കൂടെ പോകത്തേ ഉള്ളൂ ആരതി. ആദ്യം നീ എന്നെ കൺട്രോൾ ചെയ്യുന്ന നിർത്തണം. പിന്നെ പരസ്പരം മനസ്സിലാക്കണം. എന്നാലേ എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നെങ്കിൽ അത് ശരിയാവത്തില്ല. സോറി മിഥുൻ, ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നടക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷേ എനിക്ക് എല്ലാത്തിനും വലുത് നിങ്ങളാണ്. നാളെ നമുക്ക് പോയി മാനേജറെ കാണാം. ഞാൻ കുട്ടിയോട് സാറിനോട് മാപ്പ്. ഞാൻ കാരണം നിങ്ങളുടെ സ്വപ്നം നമുക്ക് നാളെ പോയി സംസാരിച്ച് നോക്കാം.